ഏതൊരുവനും കാണുവാൻ ഇഷ്ടപ്പെടുന്നതും കൗതുകത്തോടെ കണ്ണുപറിക്കാതെ നോക്കി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒന്നാണ് മഴവില്ല്. സപ്തവർണ്ണങ്ങളുമായി മാനത്ത് വിരിഞ്ഞു നിൽക്കുന്ന വില്ല് ആരെയാണ് ആകർഷിക്കാത്തത്? വേദപുസ്തകത്തിൽ മഴവില്ലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന ഉത്തരമാണ് ഉടനെ ലഭിക്കുക. മഴവില്ലിനെക്കുറിച്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ശങ്കലേശമെന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ എന്ന് എല്ലാവരും പറയും. എന്നാൽ മഴവില്ല് എന്ന പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് സത്യം. അതിനു പകരം വില്ല് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജലപ്രളയ സമയത്ത് 1 വർഷത്തിലധികം സമയം പെട്ടകത്തിൽ ചെലവഴിച്ച നോഹ വിശാലമായ ഭൂമിയുടെ ഉടമയായി വിശ്വാസത്തോടെ കാലുകുത്തിയതിനു ശേഷം ഏറ്റവും ആദ്യമായി ചെയ്തത് യാഗപീഠം പണിത് ഹോമയാഗം അർപ്പിക്കുക എന്നതായിരുന്നു. പെട്ടകത്തിൽ അനുഭവിച്ച പരിപാലനത്തിൻ്റെയും പരിപോഷണത്തിൻ്റെയും ദൈവിക സംസർഗത്തിൻ്റെയും നന്ദി സൂചകമായി അർപ്പിച്ച യാഗത്തിൻ്റെ സൗരഭ്യവാസന മണത്ത ദൈവത്തിൻ്റെ പ്രതികരണ വാക്കുകളാണ് ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല എന്നത്. അതിനുശേഷം ദൈവം അവരെ അനുഗ്രഹിക്കുകയും തുടർ ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതേ തുടർന്ന് ദൈവം താൻ തന്നെ മുൻകൈയെടുത്ത് ഒരു നിയമം ചെയ്തു. ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിപ്പിക്കാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല എന്നതായിരുന്നു നിയമം. സദാകാലത്തേക്കുമായി ചെയ്ത നിയമത്തിൻ്റെ അടയാളമായി ദൈവം തൻ്റെ വില്ല് മേഘത്തിൽ വെച്ചു. അതാണ് നാം പറയുന്ന മഴവില്ല്. ഭൂമിയുടെ മീതെ മേഘം വരുമ്പോൾ മേഘത്തിൽ വില്ല് തെളിയും. ആ വില്ല് ദൈവം കാണും. താൻ ചെയ്ത നിയമത്തെ താൻ ഓർക്കും. അപ്പോൾ മേഘം കനത്ത് നിലയ്ക്കാത്ത മഴയായി പെയ്തിറങ്ങാതെ അത് നീങ്ങിപ്പോകും. ദൈവം സ്വയമായി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത ഉടമ്പടി ഇന്നുവരെയും ദൈവം പാലിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ തെളിവായി ഇന്നും നാം കാണുന്നു. കറുത്തിരുണ്ട് വരുന്ന മേഘത്തിൽ തെളിഞ്ഞു വരുന്ന വില്ല് ദൈവിക ഉടമ്പടിയുടെയും വിശ്വസ്തതയുടെയും മഹൽ പ്രഖ്യാപനമാണ്. ഈ കാഴ്ച നമ്മുടെ ദുഃഖവും ഭാരവും അലിയിച്ച് കളയുന്നതാണ്. അതുകൊണ്ടാണ് സഹോദരൻ E.I. ജേക്കബ് ഇപ്രകാരം പാടിയത്: കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ലാം, ആയതിൽ തീരുമെൻ ഭാരം, കാൺമതോ നിയമത്തിൻ വില്ലാം, ആയതിൽ തീരുമെൻ ഭാരം. അതെ, നമ്മുടെ ജീവിതത്തിന് മുകളിൽ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കഥനത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും നിരാശയുടെയും നിരാവലംബതയുടെയും കാർമുകിലുകൾ അതിഭീകരമായി ഉരുണ്ടുകൂടുമ്പോൾ നമ്മൾ കാണുന്നതും കാണേണ്ടതും ദൈവം തൻ്റെ വചനത്തിൽ തെളിവായി പറഞ്ഞിരിക്കുന്ന നിയമത്തിൻ്റെ അഥവാ വാഗ്ദത്തത്തിൻ്റെയും ഉടമ്പടിയെയും വില്ലുകളാണ്. ആ കാഴ്ചയാണ് നമ്മുടെ ഭാരങ്ങളെ സമ്പൂർണ്ണമായി തീർത്തു തരുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വേളകളിൽ ദൈവിക ഉടമ്പടിയുടെ മഴവില്ലുകൾ കാണുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനിയെങ്കിലും കാർമേഘാവൃതമായ ജീവിതവേളകൾ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുയർത്തി നാം നോക്കിയാൽ ഒന്നല്ല 7 നിറങ്ങൾ ഒന്നിച്ചു ചേർത്ത് പണിത് വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ വില്ല് കാണുവാൻ കഴിയും. ആ കാഴ്ച ദൈവിക വിശ്വസ്തയുടെ ഓർമ്മ നമ്മിൽ ജനിപ്പിക്കും. ആ ഓർമ്മ ആശ്വാസമായി പരിണമിക്കുകയും ചെയ്യും. വേദപുസ്തകത്തിൽ 3 പ്രത്യേക സന്ദർഭങ്ങളിലാണ് നാം പറയുന്ന വില്ലിനെക്കുറിച്ച് പരാമർശങ്ങളുള്ളത്. ആദ്യമായി ഉൽപ്പത്തി പുസ്തകത്തിലും, രണ്ടാമത് യെഹെസ്കേൽ പ്രവചനത്തിലും, ഒടുവിലായി വെളിപ്പാട് പുസ്തകത്തിലുമാണ് നാം കാണുന്നത്. ഈ 3 ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അതായത് ഓരോരുത്തരും മഴവില്ല് കണ്ടതായ സമയമാണ് അതിൽ പ്രധാനം. അതായത് നോഹ മഴവില്ല് കണ്ടത് കൊടുങ്കാറ്റിന് ശേഷമായിരുന്നു, 9:14 ഉൽപ്പത്തി. എന്നാൽ യെഹെസ്കേൽ മഴവില്ല് കണ്ടത് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലായിരുന്നു, യെഹെസ്കേൽ പ്രവചനം 1:28. പക്ഷേ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ കാണുന്നത് ന്യായവിധിയുടെ കൊടുങ്കാറ്റിന് മുൻപായിരുന്നു, വെളിപ്പാട് 4:3. എത്ര വലിയ പാഠമാണ് ഈ 3 വേദഭാഗങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്! ജീവിതത്തിന് കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ച് കാർമുകൾ ഭീകരമായി വരുന്നതിന് മുൻപേ തന്നെ ദൈവം യോഹന്നാന് കാണിച്ചു കൊടുത്തതുപോലെ ദൈവിക വാഗ്ദത്തങ്ങളുടെ വില്ല് ദൈവം നമ്മെ കാണിച്ചു എന്ന് വരാം. ഒരുപക്ഷെ മുൻപേ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ യെഹെസ്കേലിനെ പോലെ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിനായിരിക്കും അവൻ നമ്മെ അത് കാണിക്കുന്നത്. അതുമല്ലെങ്കിലോ നോഹയെപ്പോലെ കൊടുങ്കാറ്റിൻ്റെ ഒടുവിലായിരിക്കാം അവൻ നമ്മെ അത് കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യം തീർച്ച, ദൈവം തൻ്റെ വാഗ്ദത്തത്തിൻ്റെ വില്ല് കാണിക്കാതെ ഒന്നും നമ്മോട് ചെയ്യുകയില്ല.
സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം നമ്മുടെ നന്മയ്ക്കായി സകലവും ചെയ്യുന്നു എന്ന ബോധ്യം നൽകുന്നവയാണ് തൻ്റെ വില്ല്. താൻ സകലവും നിയന്ത്രിക്കുന്നവനും വാക്ക് പാലിക്കുന്നവനുമാണ് എന്ന് ഉറപ്പ് നൽകുന്നവയാണ് ഓരോ നിറക്കൂട്ടും. ഈ ഭൂമിയിൽ വെച്ച് കണ്ടവരെല്ലാം വില്ലിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ യോഹന്നാൻ സ്വർഗത്തിൽ കണ്ടതോ സിംഹാസനത്തിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണമായ വില്ലാണ്. 1 കൊരിന്ത്യർ 13:12 വായിക്കുന്നു, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ, അതായത് ഭാവിയിൽ, മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ പ്രിയരെ, നമുക്ക് വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. ഏത് കനത്തിരുണ്ട മേഘത്തിലും മഴവില്ല് തെളിയിക്കുന്ന ദൈവം നമുക്കായി ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ കൊടുങ്കാറ്റിൻ്റെ മുൻപേ, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ മധ്യേ, അതുമല്ലെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ ഒടുവിൽ, ഒരുപക്ഷെ ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ഒരൊറ്റൊരുവൻ പോലും ആ വില്ല് കാണാതിരിക്കില്ല, ദൈവനെ കാണിക്കാതെയും ഇരിക്കുകയില്ല. നമുക്ക് ആ ഗാനം ഒരിക്കൽ കൂടെ ഇപ്രകാരം പാടാം. കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ല, നായതിൽ തീരുമെൻ ഭാരം. കാൺമതോ നിയമത്തിൻ വില്ല, നായതിൽ തീരുമെൻ ഭാരം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേ, ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാന, ശാപശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന ഉന്നീടയനന്ദം വന്ദനമേ, എന്റെ ഉന്നീടയനന്ദം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥ, അന്തികയുള്ള മഹൽ ശക്തി നീയേ. താതൻ സന്നിധിയിലെ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ.